പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് മീനാക്ഷിപുരത്ത് 109 പേർ പോലീസിൽ പരാതി നൽകി 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അനന്തു കൃഷ്ണനെതിരെയും ചിറ്റൂർ സീഡിനെതിരെയുമാണ് കേസെടുത്തത്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, കേരളം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള വലിയ തട്ടിപ്പ് എന്ന് തന്നെ പറയാം. ഓരോ ദിവസവും എത്ര പരാതികളാണ് വരുന്നത്? ഇപ്പോൾ വന്നിരിക്കുന്ന പരാതികൾ ഏതു രീതിയിലാണ്? സ്വാതി, ഇപ്പോൾ പാലക്കാട് തന്നെ ഏറ്റവും കൂടുതൽ പരാതികൾ വന്ന ഒരു ദിവസമാണ് ഇന്ന്. 109 പേരാണ് പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ 109 പേരുടെ പരാതികളിൽ നിന്നായി 6 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവിടെ പെന്മാട്ടി സ്വദേശികളായ ചിറ്റൂർ മേഖലയിൽ ഉൾപ്പെട്ട അജിഷ്മ, പുഷ്പ, ഗിരിജ, ഹരിത, ഷൈനി, സിൽവിയ എന്നിവർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിൽ പുഷ്പ നൽകിയ പരാതിയിൽ 20 പേരും ഇവരോടൊപ്പം തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാവരും ചേർന്നിട്ടാണ് ഈ പരാതികൾ നൽകിയിട്ടുള്ളത്. അങ്ങനെയാണ് 109 പേർ ഇന്ന് മാത്രം പാലക്കാട് മീനാക്ഷിപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇന്നലെ 24 പേരും മീനാക്ഷിപുരത്ത് പരാതി നൽകിയിരുന്നു. അതിൽ 2 കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുഖ്യപ്രതിയായ അനന്തകൃഷ്ണൻ തന്നെയാണ് ഇവിടെയും പ്രതിയായിട്ടുള്ളത്. മറ്റൊന്ന്, ഇതിന്റെ ഇടനില ഏജൻസിയായി പ്രവർത്തിച്ചിട്ടുള്ള ചിറ്റൂർ സീഡാണ്. ചിറ്റൂർ സീഡിന് നേതൃത്വം നൽകുന്നത് പെരുമാട്ടിയിലെ തന്നെ നല്ലേപ്പള്ളി പഞ്ചായത്ത് മെമ്പറായ പ്രീതി രാജനാണ്. അവരാണ് ഇതിനകത്ത് പ്രതിയായി നിൽക്കുന്നത്. ജനതാദളിന്റെ പ്രാദേശിക നേതാവ് കൂടിയാണ് പ്രീതി രാജൻ. ഇതിൽ ജനതാദളിന് മറ്റു പങ്കൊന്നുമില്ല എന്നുള്ളത് ജനതാദളിന്റെ നേതാക്കന്മാർ വിശദീകരിച്ചിരുന്നു. പക്ഷേ ഓരോ ദിവസവും പെരുമാട്ടിയിലും ചിറ്റൂർ മേഖലയും എല്ലാം തന്നെ വലിയ തോതിൽ ചിറ്റൂർ സീഡിനെതിരെ പരാതി ഉയരുകയാണ്. ഇതിൽ സ്കൂട്ടർ മാത്രമല്ല ഇവർ കബളിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ലാപ്ടോപ്പും അതോടൊപ്പം തന്നെ ലാപ്ടോപ്പ് നൽകാമെന്ന് പറഞ്ഞും പണം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 109 പേരിൽ നിന്നായി 69,52,190 രൂപയാണ് ഇങ്ങനെ പണം അടച്ചിട്ടുള്ളത്. ചിറ്റൂർ സീഡ് മുഖേന പണം അടച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പരാതി. എന്തായാലും മീനാക്ഷിപുരത്തിന് പുറമെ കൊല്ലങ്കോട് ഉൾപ്പെടെയുള്ള സമീപ പോലീസ് സ്റ്റേഷനുകളിലും വലിയ തോതിലുള്ള പരാതികളാണ് പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി പ്രസാദ്.